അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പാവായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ട സമയത്ത്, പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു അഭയം തേടിയിട്ട് തായിഫിന്റെ മലനിരകളിലേക്ക് ചേക്കേറുന്നുണ്ട്. തായിഫ് റസൂലിന് ഉമ്മാന്റെ നാടാണ്. വിഷമങ്ങളും സങ്കടങ്ങളും സഹിക്കാൻ വയ്യാതെ തായിഫിലേക്ക് എത്തിയ റസൂലിനെ കാത്തിരുന്നത് അതിലേറിയ വലിയ വിഷമങ്ങളായിരുന്നു. റസൂലിനെ അവിടെ ഭ്രാന്തരായ കുട്ടികള് കല്ലെടുത്തെറിയുന്നുണ്ട്. റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നുണ്ട്. റസൂല് കല്ലേറ് കൊണ്ടിട്ട് കാലിൽ നിന്ന് ചോര വാർന്നൊലിച്ചിട്ട് അള്ളാന്റെ റസൂല് സങ്കടപ്പെട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കാണുന്ന ഒരു സമൂഹത്തെ ഞാൻ നശിപ്പിക്കട്ടെ എന്നുള്ളത്. അള്ളാന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വേണ്ട. അറിവില്ലായ്മ കൊണ്ട് അവരെന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അതിന് ക്ഷമിച്ചു കൊടുക്കണം. പക്ഷെ ജിബ്രീൽ വീണ്ടും പറയുന്നുണ്ട്, റസൂലിന്റെ കാലിൽ നിന്നും ഒരു തുള്ളി രക്തം ഇനി മണ്ണിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റസൂലിനോട് സമ്മതം ചോദിക്കൂല. ഞാന് അതിന് പരീക്ഷണമായിട്ട് അവർക്ക് വലിയ കൊടിയ പീഡനങ്ങൾ കൊടുക്കുന്നുള്ളത്. റസൂല് ഒരു ചെറിയ തുണിയെടുത്ത് കാലിൽ കെട്ടിയിട്ട് പറയുന്നുണ്ട്, വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവരോ അവരെ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ഇസ്ലാമിലേക്ക് കടന്നു വരും. ആ പ്രതീകത്തിന്റെ പേരായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കൊടിയ പീഡനങ്ങൾ തായിഫിന്ന് കിട്ടിയിട്ടും വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സബൂർ പാലിച്ചിട്ട് അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക.